നമസ്കാരം. വിസ്ഡം ബൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐ ആം സുനിത, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, HSS ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് പേരുടെ വലിയൊരു പ്രശ്നമാണ് അഡിക്ഷനുകളിൽ പെട്ടുപോവുക എന്നുള്ളത്. ഒരു തരത്തിലുള്ള അഡിക്ഷനും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, ഫുഡ് അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ തുടങ്ങിയവ പ്രായഭേദ വ്യത്യാസമില്ലാതെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നവയാണ്. ഇതിൽ ഏറ്റവും വില്ലനായി വരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ ഫോൺ എടുക്കുക, രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ അഥവാ ഉറക്കം ഞെട്ടിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും മൊബൈൽ യൂസ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എടുത്ത് നോക്കാൻ തോന്നുക. ഇതൊക്കെ ഫോൺ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ മാറ്റിവെക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ, ജോലിയൊക്കെ ഉള്ളവരായിക്കൊള്ളട്ടെ, ഒരു വീട്ടമ്മ ആയിക്കൊള്ളട്ടെ, മൊബൈൽ അഡിക്ഷൻ കൂടുതലാണെങ്കിൽ അത് ആ വ്യക്തിയെ വലിയ തോതിൽ ശാരീരികവും മാനസികവുമായി ബാധിക്കും. ഇതിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യണം. ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് മൊബൈൽ യൂസ് ചെയ്യാനും ഇങ്ങനെയുള്ള അഡിക്ഷനുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് വേറെ എന്തിലേക്കെങ്കിലും ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് നേരം മൊബൈൽ യൂസ് ചെയ്താലും വറുത്തതും പൊരിച്ചതുമൊക്കെ കഴിച്ചാലും ഗെയിം കളിച്ച് സമയം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു മനസാക്ഷി കുത്ത് അനുഭവപ്പെടും. നമ്മുടെ സമയം വെറുതെ കളഞ്ഞല്ലോ എന്നുള്ള ആ ഒരു മനസാക്ഷി കുത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. അതായത് അതിനെ ഇതിൽ നിന്നൊക്കെ പിന്മാറാനുള്ള ഒരു അവസരമായി എടുക്കുക. ഏതെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിരിക്കുക. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മറ്റാരെക്കാളും പ്രയത്നിക്കാൻ സാധിക്കുന്നത് നമുക്ക് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ആയിക്കൊള്ളട്ടെ, ഒരു ശീലത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, അടിമയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.